ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് ഹുണ്ടായി i10 എന്നാണ് വണ്ടി. അപ്പോൾ ഇത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര രീതിയിൽ നല്ല രീതിയിലുള്ള മിസ്സിങ് വരുന്നുണ്ട്. ഏതോ ഒരു സിലിണ്ടർ വർക്ക് ചെയ്യാത്ത പോലുള്ള മിസ്സിങ്, അതുപോലെ തന്നെ പിക്കപ്പ് നല്ല രീതിയിൽ കുറഞ്ഞു. അതായത് മിസ്സിങ് ആണ് പ്രശ്നം. കസ്റ്റമർ പറയുന്നത് വണ്ടി തീരെ വലിക്കുന്നില്ല, ആ ഒരു കംപ്ലൈന്റ് ആണ്. അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ വണ്ടി എഞ്ചിൻ കിടന്ന് തുള്ളുന്ന പോലെ, അതുപോലെ തന്നെ സൈലൻസിന്റെ ഭാഗത്ത് നിന്നൊക്കെ നല്ല രീതിയിലുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ. അതായത് മിസ്സിംഗ് ആണ്, വണ്ടി കയറ്റം കയറുന്നില്ല, അതുപോലെ തന്നെ പിക്കപ്പ് നല്ല രീതിയിലുള്ള കുറവ്. അപ്പൊ അതെന്താണ് നമുക്ക് നോക്കാം. ആദ്യം വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമോ? വണ്ടി നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും വണ്ടി ഇങ്ങനെ എൻജിൻ കിടന്ന് നല്ല രീതിയിൽ തുള്ളുന്നത്. നല്ല രീതിയിലുള്ള മിസ്സിംഗ് ആണ് വണ്ടിക്ക് ഉള്ളത്. ഇത് കറക്റ്റ് വീഡിയോയിൽ കിട്ടുമെന്ന് അറിയത്തില്ല. ഈ ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വണ്ടി നല്ല രീതിയിൽ കിടന്ന് വിറയ്ക്കുന്നത് കാണാനായിട്ട് സാധിക്കും. നമുക്ക് സൈലൻസറിന്റെ ഭാഗത്ത് പോയി നോക്കാം. സൈലൻസറിന്റെ ഭാഗത്ത് നല്ല രീതിയിൽ അത് അറിയാനായിട്ട് സാധിക്കും. സൈലൻസറിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. ഈ ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് നല്ല രീതിയിലുള്ള മിസ്സിങ് വരുന്നുണ്ട്. കണ്ടോ, ഇപ്പൊ ആ സൈലൻസറിന്റെ കുലുക്കം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സൗണ്ട് കറക്റ്റ് കിട്ടുമെന്ന് അറിയില്ല. ഇത് മിസ്സിംഗ് ആണ് ഈ കാണുന്നത്, എഞ്ചിൻ മിസ്സിംഗ് ആണ് ഈ കാണുന്നത്. ഓക്കെ, സൈലൻസറിന്റെ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മിസ്സിങ്, ടകടാന്ന് അടിക്കുന്ന സൗണ്ട് നല്ല രീതിയിൽ ഉണ്ട്. മീൻസ് ഏതോ ഒരു സിലിണ്ടർ വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ പ്ലഗ് എന്തായാലും ഒന്ന് അഴിച്ചു നോക്കണം. പ്ലഗ് അല്ലെന്നുണ്ടെങ്കിൽ കോഡുവേര് വരാം, അതുപോലെ തന്നെ ഇഗ്നിഷൻ കോയിലിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും ഇതേ കംപ്ലൈന്റ് വരാം. അപ്പൊ നമുക്ക് ഇതിന്റെ വണ്ടി ഓഫ് ചെയ്തേ. ഇനി നമുക്ക് ഇതിന്റെ എയർ ഫിൽറ്റർ അയക്കണം. എയർ ഫിൽറ്ററിങ് ഇവിടെ ഒരു ബോൾട്ട് വരുന്നുണ്ട്, ഇവിടെ ഒരു ബോൾട്ട് ഉണ്ട്, അത് ഓൾറെഡി പൊട്ടിയും കാര്യങ്ങളൊക്കെ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബോൾട്ട് ഉണ്ട്, അതും ഓൾറെഡി പൊട്ടിയിരിക്കുകയാണ്. ഇവിടെ ഒരു ബോൾട്ട് ഉണ്ട്. അതുപോലെ തന്നെ എയർ ഫിൽറ്ററിന്റെ ഓസും അഴിച്ചിട്ട് ഓസിന്റെ ക്ലിപ്പും ലൂസ് ചെയ്തിട്ട് നമുക്ക് എയർ ഫിൽറ്ററിന്റെ ബോഡി ഉൾപ്പെടെ പുറത്തെടുക്കാം. നമ്മളിപ്പോ എയർ ഫിൽറ്റർ അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അയക്കേണ്ടത് ഇതിന്റെ കോഡ് വയറാണ്. അപ്പൊ ഈ ഒരു മിസ്സിങ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നുകിൽ പ്ലഗ് വർക്ക് ആവാതാണോ, അല്ലെന്നുണ്ടെങ്കിൽ ഇഗ്നേറ്റർ വർക്ക് ആവാതാണോ, ഇല്ലെന്നുണ്ടെങ്കിൽ ഈ കോഡ് വയറിന് എന്തെങ്കിലും പ്രശ്നം വരണം. അതാണ് കൂടുതലായിട്ടും മിസ്സിങ്ങിന് വരുന്നത്. പിന്നെ ഇൻജക്ടർ കംപ്ലൈന്റ് ഉണ്ടെങ്കിലും ഇതേ മിസ്സിങ് വരും. ആദ്യം നമുക്ക് നോക്കേണ്ടത് പ്ലഗിന്റെ ഭാഗമാണ് നോക്കേണ്ടത്. പ്ലഗ് എങ്ങനെ ഉണ്ടെന്നാണ് നോക്കേണ്ടത്. അപ്പൊ അതിനായിട്ട് കോഡ് വയർ നമ്മൾ ഓരോന്നോരോന്ന് ഊരിയെടുക്കുക. നമ്മൾ ഇതിന്റെ മൂന്നാമത്തെ കോഡ് വയർ ഊരുമ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും ഫുള്ളായിട്ട് ഈ കോഡ് വയറിനകത്ത് ഓയിൽ വന്ന് നിൽക്കുന്നത്. ഇതിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ എഞ്ചിൻ ഓയിൽ ഇതിനകത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതാണ് മെയിൻ ആയിട്ട് മിസ്സിങ് ആവാനുള്ള ഒരു കാരണം. ഈ കോഡ് വയർ നോക്കിയാൽ ഇതിലൊന്നും ഓയിലിന്റെ മയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഈ കോഡ് വയറിൽ ഫുള്ളായിട്ട് ഓയിലിന്റെ മയമുണ്ട്. അതുപോലെ തന്നെ ഇതുകൂടെ നമുക്ക് അഴിച്ചു നോക്കാം. ഇത് നോക്കുമ്പോൾ ഓയില് ഇതിനകത്തും ഉണ്ട്. ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും. ഏറ്റവും കൂടുതൽ ഈ മൂന്നാമത്തെ സിലിണ്ടറിലാണ്. ഇതിനകത്തോട്ട് നോക്കിയാൽ മനസ്സിലാവും. ഈ ഒന്നാമത്തെ സിലിണ്ടറിൽ ഇല്ല, രണ്ടാമത്തെ സിലിണ്ടറിൽ ഇല്ല, മൂന്നാമത്തെ സിലിണ്ടറിൽ ഫുൾ ഓയിൽ ഇതിനകത്ത് നിൽക്കുകയാണ്. നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ നാലാമത്തെ സിലിണ്ടറിലും ഓയിൽ നിൽപ്പുണ്ട്. അപ്പോൾ മൂന്നാമത്തേനെക്കാട്ടി കുറവാണ് നാലാമത്തേൽ വന്നേക്കുന്നത്. ഈ കോഡ് വയർ, ഇത് മൂന്നാമത്തെ കോഡ് വയറാണ്, ഫുള്ളായിട്ട് ഓയിലാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതാണ് മിസ്സിങ് വരാനുള്ള മെയിൻ കാരണം. അതായത് കറണ്ട് ഷോർട്ട് ആയിട്ട് പോകുന്നതാണ്. അതായത് ഓയിൽ നിറഞ്ഞു നിന്നിട്ട് കറണ്ട് പ്രോപ്പർ വരാതാകുമ്പോൾ സിലിണ്ടർ വർക്ക് ചെയ്യാതെ വരുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് ഇതിന്റെ സ്പാർക്ക് പ്ലഗ് നമുക്ക് മാറണം. അതോടൊപ്പം ഈ ഓയിൽ വരാനുള്ള മെയിൻ കാരണം ഇതിന്റെ വാൾവോർ പാക്കിങ് പോകുന്നതാണ്. ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ എല്ലാം ഓയിൽ, അതായത് ഈ വാൾവോർ പാക്കിന്റെ അവിടെ നിന്ന് ഇങ്ങനെ ഓയില് വെളിയിലോട്ട് സൈലൻസറിന്റെ ഭാഗത്തോട്ടൊക്കെ കിടക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന്റെ വാൾവോർ പാക്കിങ് അഴിച്ചെടുക്കണം. വാൾവോർ പാക്കിങ് അഴിച്ചെടുക്കാനായിട്ട് ഇതിന്റെ ചുറ്റു ബോൾട്ടുകൾ അഴിക്കണം. ഇവിടെ ഒരു ബോൾട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ചുറ്റു ബോൾട്ടുകൾ, ഈ ചുറ്റു ബോൾട്ട്, അതുപോലെ തന്നെ ഈ കാണുന്ന ബോൾട്ട്, അതുപോലെ തന്നെ ഈ കാണുന്ന ബോൾട്ട്, അതുപോലെ ഇതിന്റെ ബാക്കിലും ബോൾട്ടുകൾ ഉണ്ട്. ഇങ്ങോട്ട് നോക്കിയാലേ മനസ്സിലാവും. ഈ ബോൾട്ടുകളെല്ലാം അഴിച്ചെടുത്തിട്ട് 10ന്റെ സൈസ് ആയിരിക്കും ബോൾട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ നടുക്കും ബോൾട്ട് വരുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും. ഈ ഭാഗത്തും ബോൾട്ട് ഉണ്ട്,
അതുപോലെ തന്നെ ഈ ഈ ലാസ്റ്റ് എൻഡിലും ബോൾട്ട് ഉണ്ട്. അപ്പോൾ ഇത്രയും ബോൾട്ടുകൾ അഴിച്ചെടുത്തിട്ട് നമുക്ക് ഇതിന്റെ വാൾ കവർ പൊക്കിയെടുക്കാം. അപ്പോൾ വാൾ കവർ പാക്കിങ് ഈ ചുറ്റിനും ഒരു പാക്കിങ് വരും. അതോടൊപ്പം തന്നെ ഈ സ്പാർക്ക് പ്ലഗിന്റെ ഭാഗത്തും ഒരു വാൾ കവർ പാക്കിങ് വരും. അതായത് ഒരു ഓറിംഗ് ആണ് വരുന്നത്. അപ്പൊ ആ ഓറിങ് പോയി കഴിയുമ്പോഴാണ്, ആ ഒരു ഓറിങ് പോലുള്ള ആ ഒരു സീൽ പോയി കഴിയുമ്പോഴാണ് ഈ എഞ്ചിൻ ഓയിൽ ഇതിനകത്തോട്ട് ഇറങ്ങുന്നത്. അങ്ങനെയാണ് മിസ്സിങ് വരാനുള്ള മെയിൻ കാരണം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന്റെ വാൾ കവർ അഴിച്ചെടുക്കാം. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ക്ലാമ്പ് അഴിക്കണം, ഇവിടുത്തെ ഹോസ് അഴിക്കണം, അതുപോലെ തന്നെ ഇവിടുത്തെ ഹോസ് അഴിച്ചു വിടണം. അപ്പൊ ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് വാൾ കവർ പൊക്കിയെടുക്കാം. നമ്മളിപ്പോൾ ഇതിന്റെ ചുറ്റുബോൾട്ടുകളെല്ലാം അഴിച്ചെടുത്തിട്ടുണ്ട്. ഒരേ നീളത്തിലുള്ള ബോൾട്ടുകളായിരിക്കും ഇതിന്റെ വാൾ കവറിന് വരുന്നത്. ഇങ്ങോട്ട് നോക്കിയാൽ നമ്മൾ അഴിച്ചു വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഒരേ നീളത്തിലുള്ള ബോൾട്ടുകളായിരിക്കും വരുന്നത്. എല്ലാത്തിനും ഒരേ സൈസ് തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇനി നമുക്ക്, ഞാൻ ഓൾറെഡി ഇത് നമ്മൾ ഇളക്കി വെച്ചേക്കണം. അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കിന്റെ ടൈപ്പ് ആയതുകൊണ്ട് നമ്മൾ ചുറ്റി കൊണ്ട് അടിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ മൈനസ് കയറ്റിയിട്ടിട്ട് ഇവിടെ ഇട്ടിട്ട് ചുറ്റി കൊണ്ട് അടിക്കാനോ ഒന്നും ശ്രമിക്കരുത്. ജസ്റ്റ് ഒന്ന് തിക്കി ഇളക്കുക. അതായത് മൈനസ് നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കയറ്റിയിട്ട് ഇതൊക്കെ തിക്കി അതുപോലെ തന്നെ ഇങ്ങനെ തിക്കി ഇളക്കിയെടുക്കാം. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഇളക്കി വെച്ചേക്കാണ്. ഇനി നമുക്കിത് ഊരിയെടുക്കാം. നമ്മളിപ്പോ ഇത് ഊരി എടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിയാലേ മനസ്സിലാവും. ഇത് നേരത്തെ ആരോ ഇത് പാക്കിങ് മാറാതെ തന്നെ ബോണ്ട് ഇട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിയാലേ മനസ്സിലാവും. ഈ പാക്കിംഗ് ഒക്കെ ഹാർഡായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ബാക്കി പാക്കിംഗ് ഒക്കെ ഇതിൽ ഇരിപ്പുണ്ട്. ഇതൊക്കെ നമുക്ക് ഇളക്കിയെടുക്കണം. അപ്പോൾ ലീക്ക് വന്നത് ഇതുമാണ്. നമുക്ക് ലീക്ക് വന്നു. ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും. പ്ലഗിനകത്തോട്ട് നോക്കിയാൽ മനസ്സിലാവും. മൂന്നാമത്തെയും നാലാമത്തെയാണ് ലീക്ക് വന്നത്. അതുപോലെ തന്നെ ഇതിന്റെ വാൾ കവർ പാക്കിങ് ഫുള്ള് ഹാർഡായിട്ട് ഇരിക്കുകയാണ്. നമുക്കിതിപ്പോൾ കുത്തി ഇളക്കിയിട്ട് ഉണ്ട്, ഇത് ഒടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ്. ഇത് ശരിക്കും റബ്ബറാണ് വരുന്നത്. ഇത് ഹാർഡായിട്ട് ഇതിന്റെ ഫ്ലെക്സിബിലിറ്റി നശിക്കുമ്പോഴാണ് ഇത് ഓയിൽ ലീക്ക് ആവാൻ തുടങ്ങുന്നതും ഒക്കെ വരുന്നത്. ഇതിന്റെ ബാക്കിലോട്ട് ഓയിൽ ലീക്ക് ആയത്, അതുപോലെ തന്നെ ഈ ഭാഗത്തുനിന്നും ഓയിൽ ലീക്ക് ഇതിനകത്തോട്ട് ആയത്. അപ്പോൾ നമുക്ക് ഇത് കുത്തി ഇളക്കി എടുക്കാം. നമ്മളിപ്പോൾ ഇതിന്റെ പാക്കിങ് എല്ലാം ഇതിനകത്തുനിന്ന് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇതിന്റെ സൈഡില്, അതായത് ഈ സൈഡിൽ വരുന്ന പാക്കിങ് നീളമുള്ളത്. ഇതാണ് ഇതിന് കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, പക്ഷെ ഏതായാലും തടി പോലെ ആയിരിക്കുകയാണ്. അതായത് നമ്മൾ മടക്കുന്ന സമയത്ത് ഒരു 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 ശരിക്കും ഇത് നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് ഇരിക്കേണ്ട ഒരു സാധനമാണ്, നല്ലത് രീതി. പക്ഷെ ഇത് തടി പോലെയാണ് ഇരിക്കുന്നത്. കൂടാതെ തന്നെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം നമുക്ക് പ്ലഗിനകത്ത് ഓയിൽ ഇറങ്ങുന്നതാണ്. ഇതാണ് പ്ലഗിന്റെ സൈഡിൽ വരുന്ന നമ്മുടെ ഓറിങ് വരുന്നത്. അതായത് ഇത് നോക്കിയാൽ ഫുള്ള് തടി പോലെ ഒടിഞ്ഞൊടിഞ്ഞ് പോകുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ എല്ലാം അതേപോലെ തന്നെ തടി പോലെ ഇരിക്കണം. അതായത് ഈ പാക്കിംഗ് ഒരു കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റബ്ബർ ചൂടിൽ ഓടുന്നത് കൊണ്ട് ഹാർഡായിട്ട് മാറാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ ഹാർഡായിട്ട് മാറുമ്പോഴാണ് ഏത് സീലിന്റെ അവിടെ നിന്നും ഓയിൽ ലീക്ക് കൂടുതലായിട്ടും വരുന്നത്. ഇങ്ങോട്ട് നോക്കിയാൽ തടി പോലെ നമ്മൾ ഓടിക്കുമ്പോൾ ഒടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ, പ്ലാസ്റ്റിക് പോലെ ആയി കഴിഞ്ഞു. ഇത് ഫുള്ള് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ എനിക്ക് തോന്നുന്നത്, അതായത് ലീക്ക് വന്നിട്ട് പാക്കിങ് മാറാതെ ഇതിനകത്ത് ബോണ്ട് നല്ലതുപോലെ ഇട്ടിട്ട് പിന്നെ അടച്ച് വെച്ചതാണ്. ശരിക്കും പാക്കിങ് മാറിയിട്ടില്ല. അതായത് ലീക്ക് നേരത്തെ വന്നു കാണാം. അതാണ് ഇത്രയും ബോണ്ട് ഇവിടെ ഇരിക്കാനുള്ള ഒരു കാരണം. ബോണ്ട് ഇട്ടിട്ട് നേരെ അടച്ചു വെച്ച് പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും ലീക്ക് വന്നു. ബാക്കി എല്ലാം അതേപോലെ തന്നെ ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കേണ്ട സാധനങ്ങളൊക്കെ തന്നെ നമുക്ക് മടങ്ങുന്ന പോലും ഇല്ല. എത്ര ഇതാക്കിയാലും ഒടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ പ്ലഗ് മാറണം. അതുപോലെ തന്നെ അവിടെയുള്ള ബോണ്ടും കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലീൻ ചെയ്ത് കളയണം. അതുപോലെ ഈ ഭാഗത്തുള്ള ഈ കട്ടിക്ക് കിടക്കുന്ന ബോണ്ട് ഫുള്ളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് കളയണം. ബോണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ ഇതിന് ഉള്ളിലോട്ട് പോകാതെ ശ്രദ്ധിക്കണം. ഫുള്ളായിട്ട് ചിരണ്ടി വെളിയിലോട്ട് തന്നെ കളയണം, അല്ലെങ്കിൽ എടുത്ത് നമ്മൾ കളയണം. അല്ലാതെ ബോണ്ട് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇതിനകത്തോട്ട് പോകരുത്. കാരണം കട്ടിക്കാണ് ബോണ്ട് ഇട്ട് വെച്ചേക്കുന്നത്. ഇതുപോലെ കട്ടിക്ക് ബോണ്ട് ഇടേണ്ട ഒരു ആവശ്യം ഇതിനകത്ത് വരുന്നില്ല. അപ്പൊ എന്തായാലും നമുക്ക് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ പുതിയ വാൽവ് കവറും പാക്കിങ് നമുക്ക് മേടിക്കണം. അതുപോലെ തന്നെ പ്ലഗും നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോ ഇതിന് പുതിയ സ്പാർക്ക് പ്ലഗ് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഓയിലും കാര്യങ്ങളും ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡ് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാൽവ് കവറിന്റെ ആ ഓറിങ് ഫിറ്റ് ചെയ്യാം. 4 പ്ലഗ് നമ്മൾ മാറിയിട്ടുണ്ട്. ഇതിന്റെ നമ്മൾ നേരത്തെ ഓയിൽ ഇല്ലാതെ കണ്ട പ്ലഗ്, ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ഫയറിങ് അല്ല പ്ലഗ്. അതുപോലെ തന്നെ ബാക്ക് ഫയറിങ് അടിച്ചിട്ടുള്ളത് കാണാം. ഇതിനകത്താണ് ഓയിൽ ഫുള്ളായിട്ട് മുങ്ങി നിന്ന ഒരു അവസ്ഥയിൽ കണ്ട 3ഉം 4ഉം പ്ലഗ്. അപ്പോൾ 4 പ്ലഗ് നമ്മൾ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ പാക്കിങ് ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിന്റെ പുതിയ വാൽവ് പാക്കിങ് എടുത്തിട്ടുണ്ട്. ഇത് സ്പാർക്ക് പ്ലഗിന്റെ ഭാഗത്ത് വരുന്നതാണ്. ഇത് നോക്കിയാൽ മനസ്സിലാവും. ഫ്ലെക്സിബിള് നല്ല രീതിയിൽ ഇത്
ഫ്ലെക്സിബിൾ ആവുന്നുണ്ട്. അതായത് നേരത്തെ കിടന്നത് ഈ ഭാഗത്ത് സ്പാർക്ക് പ്ലഗ് കിടന്ന ഭാഗത്ത് എന്ന് പറഞ്ഞാൽ നല്ലപോലെ ഹാർഡായിട്ട് ഒടിയുന്ന രീതിയിലായിരുന്നു നമ്മളത് കണ്ടതാണ്. ഇതിന് ഇതിന്റെ പാക്കിങ് ഈ ഒരു ആംഗിളിലായിരിക്കും ഇത് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇതിന്റെ സൈഡിൽ വരുന്ന വാൾവറിന്റെ അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യും. ഇതും അതേപോലെ തന്നെ ഫ്ലെക്സിബിൾ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത് കാൽപ്പഴക്കം കൊണ്ടാണ് ഈ ഹാർഡായിട്ട് മാറുന്നത്. അപ്പോൾ നമുക്കിത് ഫിറ്റ് ചെയ്യാം. നമ്മളിപ്പോ ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ പ്രത്യേകിച്ച് ബോണ്ട് തൂക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഈ ടൈപ്പ് പ്ലാസ്റ്റിക് റബ്ബർ ടൈപ്പ് വരുന്നതിന് നമുക്ക് ബോണ്ട് തൂക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി നമുക്കിത് വണ്ടിയിൽ ഫിറ്റ് ചെയ്യാം. ഈ ഭാഗങ്ങൾ നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വാൾവ് കവർ ഫിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഇതിന്റെ ചുറ്റുപോൾട്ടും കാര്യങ്ങളും എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ കോഡ് വെയർ കൊടുക്കണം. കോഡ് വെയർ ഓൾറെഡി നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഓയിലായ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കണക്ഷൻസ് ഹോസുകളും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിന്റെ പ്ലഗ് വയർ കോഡ് വയറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓസിന്റെ കണക്ഷനും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എയർ ഫിൽറ്റർ ഫിറ്റ് ചെയ്തിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ എയർ ഫിൽറ്ററിന്റെ ഫിറ്റിംഗ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഒന്ന് സ്റ്റാർട്ട് ചെയ്യോ? ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ നേരത്തെ ഉള്ള ചെറിയൊരു ഡിലേ ഉണ്ടായിരുന്നു സ്റ്റാർട്ട് ആവാൻ. ആ ഒരു മടി ഇപ്പോൾ ഇല്ല. ഇപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ എഞ്ചിൻ കറക്റ്റ് RPM തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. വേറെ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പൊ നമ്മളിത് കണ്ടാണ് ഇതിന്റെ അകത്തെ പ്ലഗിന്റെ അവസ്ഥ ഓയിൽ കയറി ഇരുന്നത്. ഇപ്പൊ വേറെ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്തേ. ഇപ്പൊ പക്കയടിക്കും ഒറ്റയടിക്ക് തന്നെ വണ്ടി സ്റ്റാർട്ടും ആവുന്നുണ്ട്. വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്തേ. ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. എഞ്ചിൻ വൈബ്രേഷൻ അത് പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട്. ഓക്കെ, ഓഫ് ചെയ്തോ. ഇപ്പോ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കണ്ടതാണ് പ്ലഗിനകത്ത് ഫുള്ളായിട്ട് ഓയിൽ അടിച്ച് കയറിയിട്ട്, അതായത് മൂന്നാമത്തെയും നാലാമത്തെയും പ്ലഗിനകത്ത് ഓയിൽ അടിച്ച് കയറിയിരിക്കുന്നത്. കാരണം ഇതിന്റെ വാൽവ് കവർ പാക്കിങ് പോയിട്ട് പ്ലഗിന്റെ ഭാഗത്തും ഒരു ഓറിങ് വരും. അതുപോലെ തന്നെ വാൽവ് കവറിന്റെ ചുറ്റിനും വരുന്ന ആ ഓറിങ് പോയിട്ടാണ് ലീക്ക് വന്നതും. അതുപോലെ തന്നെ പ്ലഗിനകത്തോട്ട് ഓയിൽ ഇറങ്ങിയിട്ട് മിസ്സിങ് കാണിക്കാനുള്ള ഒരു അവസ്ഥ വരാനുള്ള കാരണം ഇതിന്റെ വാൽവ് കവർ പാക്കിങ് പോയതാണ്. അപ്പോൾ ഇത് മാറ്റുന്നത് നമ്മളിപ്പോൾ കണ്ടതാണ്. അതുപോലെ തന്നെ പ്ലഗും നമ്മൾ മാറ്റിയിട്ടാണ്. പ്ലഗ് ഓൾറെഡി ഓയിലിനകത്ത് കിടന്ന പ്ലഗാണ്. അത് കൂടാതെ തന്നെ ബാക്ക് ഫയറും ബാക്കിയുള്ള പ്ലഗിന് അടിച്ചിട്ടുണ്ട്, കരിയും പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഹുണ്ടായി i10ന്റെ മിസ്സിംഗ് പ്രോബ്ലം, അതുപോലെ തന്നെ വലിവ് കുറവുള്ള പ്രശ്നം, അതുപോലെ തന്നെ അത് വലിവ് കുറയാനുള്ള കാരണം ഓയിൽ ലീക്ക് വന്നതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.